ഇറാനിൽ പ്രതിപക്ഷം സജീവമല്ലെന്നും ഭരണത്തിനെതിരെ പ്രതിപക്ഷ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നും ഒടുവിൽ ഇസ്രായേൽ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയായിരുന്നു: യുദ്ധത്തോടനുബന്ധിച്ച് അവിടെ ഭരണമാറ്റങ്ങൾ വരും, വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭം അവിടെ ഉണ്ടാവും. അങ്ങനെ ഭരണത്തിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ആ രാജ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇറാഖിൽ എങ്ങനെയാണോ അഫ്ഗാനിസ്ഥാനിൽ എങ്ങനെയാണോ സമാനമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും പ്രതിപക്ഷം ഏകോപിച്ചുകൊണ്ട് സർക്കാരിനെതിരെ ഒരു സമരങ്ങളും നടത്തുന്നില്ല എന്നുള്ളതും വലിയ രീതിയിലുള്ള നിരീക്ഷണങ്ങൾ സൈനികർ രാജ്യത്തിനകത്ത് നടത്തുന്നുണ്ട് എന്നതിനാൽ രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയെ പോലും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഈ ലക്ഷ്യം സാധൂകരിക്കില്ല എന്ന് അവർക്ക് തന്നെ ബോധ്യമായിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് IAEA ഒരു വലിയ പ്രസ്താവന ഇറക്കി. ഇസ്ഫഹാനിലുള്ള ആണവ നിലത്തെ ആക്രമിച്ചാൽ അത് ചോർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാനെ മാത്രമല്ല അയൽ രാജ്യത്തെ പോലും ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുമെന്നതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് IAEA നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ റഷ്യയും അതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ച് 200-ലധികം റഷ്യയുടെ പൗരന്മാർ ജോലി ചെയ്യുന്നുണ്ട്. അവരെ അപായപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നതിനാൽ ആക്രമിക്കരുത് എന്നൊരു മുന്നറിയിപ്പ് റഷ്യയും ഇസ്രായേലിന് നൽകിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.